നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. കോട്ടയം ചിങ്ങവനത്ത് കാറും തടികയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ചിങ്ങവനത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മാർത്താണ്ഡം സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾക്കും പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രി 12:30യോടെയായിരുന്നു അപകടം. അമിത വേഗതയിൽ കാർ ദിശ തെറ്റി ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് പോലീസ് വ്യക്തമാക്കി. മരിച്ച വിജയകുമാർ ഇലക്ട്രീഷ്യനാണ്. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് മുണ്ടക്കയം കടമാൻകുളം പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. TR&D എസ്റ്റേറ്റിലെ കടമാൻകുളത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലം അപകടാവസ്ഥയിലായിരുന്നു. നൂറുകണക്കിന് ജനങ്ങൾ പുറംലോകവുമായി ബന്ധപ്പെടുന്നത് ഈ പാലത്തിലൂടെ ആയിരുന്നു. TR&D എസ്റ്റേറ്റിലെ കടമാൻകുളത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലം അപകടാവസ്ഥയിലായതോടെ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തി. എസ്റ്റേറ്റ് ലൈനിൽ ഉൾപ്പെടെ താമസിക്കുന്ന നൂറുകണക്കിന് ജനങ്ങൾ പുറംലോകവുമായി ബന്ധപ്പെടുന്നത് ഈ പാലത്തിലൂടെയായിരുന്നു. പാലം കൂടുതൽ തകർച്ചയിലേക്ക് എത്തിയതോടെ തൊഴിലാളികൾ പ്രതിഷേധിക്കുകയും വിവിധ സമരങ്ങൾ നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് പാലം നവീകരിക്കുവാൻ പദ്ധതിയിട്ടു. ഇരുമ്പ് കേഡറുകൾക്ക് മുകളിൽ തടി കൊണ്ട് നിർമ്മിച്ച പാലത്തിൽ ടാറിങ്ങും ചെയ്തിരുന്നു. ഇവയെല്ലാം ഇളകി കുഴികൾ രൂപപ്പെട്ട നിലയിലായിരുന്നു പാലം. ഒരു കേഡർ ഒഴികെ ബാക്കിയെല്ലാം ബലമുള്ളവ തന്നെയാണെന്ന് ഉറപ്പിച്ച് പുതിയ ഒരു കേഡർ സ്ഥാപിക്കുകയും പാലത്തിന്റെ മുകളിൽ തടികൾ സ്ഥാപിച്ച് ഗതാഗതം സുരക്ഷിതമാക്കുകയുമാണ് ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം. പാല കടനാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വീശിയടിച്ച കാറ്റിൽ വൻ നാശം. കൊല്ലപ്പള്ളി മേലുകാവ് റോഡിൽ കൊടുമ്പിടി റേഷൻ കടയ്ക്ക് സമീപം കൂറ്റൻ ആഞ്ഞിലിമരം റോഡിനു കുറുകെ കടപുഴകി വീണു. ഇതോടെ റൂട്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പാലാ ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹകരണത്തോടെ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഏറെ തിരക്കുള്ള ഈ റോഡിൽ മരം മറിഞ്ഞു വീണപ്പോൾ ഇതുവഴി തത്സമയം കടന്നുപോയ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. മരം വീണപ്പോൾ വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു തകർന്നു. KSEB അധികൃതരെത്തി വൈദ്യുതി പോസ്റ്റ് അടിയന്തരമായി മാറ്റി സ്ഥാപിച്ചു. കൊടുമ്പിടി വടക്കേ ഓലാനിക്കൽ ബിജുവിന്റെ വീടിന് മുകളിലേക്ക് തേക്ക് മരം ഒടിഞ്ഞു വീണു. ജൂലൈ 29-ന് തൊടുപുഴയിൽ നടത്തുന്ന സംസ്ഥാന ജീവനക്കാരുടെ മേഖലാ മാർച്ചിന്റെ പ്രചരണാർത്ഥം പാർട്ട് ടൈം ജീവനക്കാരുടെ കൺവെൻഷൻ തൊടുപുഴ NGO യൂണിയൻ ഓഫീസിൽ നടന്നു. യോഗം NGO യൂണിയൻ ജില്ലാ ട്രഷറർ PM റഫീഖ് ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് S വിനു അധ്യക്ഷത വഹിച്ചു. ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാകുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്രനയം തിരുത്തുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജൂലൈ 29-ലെ മാർച്ചും ധർണയും. തൊടുപുഴയിൽ നടത്തുന്ന സംസ്ഥാന ജീവനക്കാരുടെ മേഖലാ മാർച്ചിന്റെ പ്രചരണാർത്ഥം തൊടുപുഴ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു. അത് ജില്ലാ തലത്തിലും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലും ആ വിഷയം ആ സംഘടന ചർച്ച ചെയ്തുകൊണ്ട് ആ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംഘടന പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോവുകയും ആ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചാണെങ്കിൽ പ്രക്ഷോഭം സംഘടിച്ച്, അല്ലെങ്കിൽ നിവേദനം കൊടുത്തുകൊണ്ടാണെങ്കിൽ നിവേദനം കൊടുത്തുകൊണ്ട് നമ്മൾ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഇടപെടും. അതിനെ സംഘടന കൂടിയേ തീരൂ. അങ്ങനെ നമ്മുടെ സംഘടിക്കാനുള്ള അവകാശം ഇല്ലാതാക്കിക്കൊണ്ട്, നമ്മുടെ സംഘശക്തി ഇല്ലാതാക്കിക്കൊണ്ട്, നമ്മുടെ ട്രേഡ് യൂണിയൻ സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ തൊഴിലവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ് ഈ 4 ലേബർ കോഡുകൾ. അതിനെതിരെ നമ്മൾ സമരം ചെയ്യേണ്ടേ? ജൂലൈ 9-ലെ നമ്മൾ നടത്തിയ അനിശ്ചിതകാല പണിമുടക്ക പ്രക്ഷോഭത്തിലൂടെ മാത്രം ഈ സർക്കാർ, കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾക്കെതിരെ കണ്ണു തുറപ്പിക്കാൻ നമുക്ക് കഴിയില്ല. തുടർ പ്രക്ഷോഭങ്ങൾ വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ജൂലൈ 29-ലെ ഈ മേഖലാ മാർച്ചിലും ധർണയിലും കേന്ദ്ര സർക്കാരിന്റെ സിവിൽ സർവീസിനെ തകർക്കുന്ന നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, നമ്മൾ ഇടത് ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് നവകേരള നിർമ്മാണത്തിൽ പങ്കാളികളാണോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. എന്താണ് ജനപക്ഷ ബദൽ നയങ്ങൾ? NGOയുടെ സഖാക്കൾ ഏതെങ്കിലും ഓഫീസിൽ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും യോഗത്തിൽ വന്നാൽ ആദ്യം തന്നെ പറയുന്നത് ജനപക്ഷ ബദൽ നയങ്ങളാണ്. എന്താണ് ജനപക്ഷ ബദൽ നയങ്ങൾ? 2016 മെയ് മുതലാണ്
ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുന്നത്. 9 വർഷം കഴിഞ്ഞു ഇടതുപക്ഷം കേരളം ഭരിക്കുന്നത്. ഈ 2016 മുമ്പ് ഒരു കേരളം ഉണ്ടായിരുന്നു. 2016 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഒരു കേരളം, UDF സർക്കാരിന്റെ കേരളം. ആ കേരളത്തിൽ അന്നത്തെ സിവിൽ സർവീസ് നാം പരിശോധിക്കുമ്പോൾ അന്നത്തെ സിവിൽ സർവീസ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും 2013 ശേഷം സർവീസ് പ്രവേശിച്ച ആളുകൾ ഉണ്ടാവാം, ഇല്ലേ? 2013 ശേഷം സർവീസ് പ്രവേശിച്ച ആളുകളില്ലേ? ഈ പാർട്ടി ഉണ്ടല്ലോ. സ്വാഭാവികമായി അവർ ഏത് പെൻഷനിലാ? പങ്കാളിത്ത പെൻഷനില. ആ പങ്കാളിത്ത പെൻഷൻ എന്നത് PFRD നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആരാണ് ഈ PFRD നിയമം രാജ്യത്ത് നടപ്പിലാക്കിയത്? ഈ PFRD നിയമം രാജ്യത്ത് നടപ്പിലാക്കിയത് 2004 ജനുവരി 1 മുതൽ അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള വാജ്പേയി സർക്കാരാണ്. പശ്ചിമ ബംഗാളിന്റെ തീരത്തിന് മുകളിൽ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലുമായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം മഴ കനക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. പശ്ചിമ ബംഗാളിന്റെ തീരത്തിന് മുകളിലും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലുമായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. വാർദ്ധക്യത്തിലും പൊതുനന്മയ്ക്കായി 73കാരന്റെ ഒറ്റയാൾ പോരാട്ടം. കടുത്തുരുത്തി വെള്ളാശ്ശേരി കാഞ്ഞിരത്തടത്തിൽ അപ്പു എന്നയാൾ പ്രായത്തിന്റെ അവശതകളൊന്നുമില്ലാതെ ആപ്പാഞ്ചിറ റോഡ് സൈഡിൽ ഓട ക്ലീൻ ചെയ്യുന്ന തിരക്കിട്ട പണിയിലാണ്. കോരിച്ചൊരിയുന്ന മഴയത്തും കടുത്തുരുത്തി ആപ്പാഞ്ചിറയിൽ കാഞ്ഞിരത്തടത്തിൽ അപ്പു എന്ന 73കാരൻ ആപ്പാഞ്ചിറ റോഡ് സൈഡിൽ ഓട ക്ലീൻ ചെയ്യുന്ന തിരക്കിട്ട പണിയിലാണ്. ഒറ്റ മഴയിൽ തന്നെ കോട്ടയം എറണാകുളം മെയിൻ റോഡിലും സമീപ വീടുകളിലും വെള്ളക്കെട്ട് സ്ഥിരം കാഴ്ചയാണ്. റോഡിന് ഇരുവശവുമുള്ള ഓട പ്ലാസ്റ്റിക് കുപ്പികളും ചെളിയും മറ്റ് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞ് മൂടിപ്പോയതിനാൽ ഒറ്റമഴയ്ക്ക് തന്നെ വെള്ളം കയറും. ഈ ഓടയാണ് ഈ വയോധികൻ ആരുടെ അടുത്തു നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ക്ലീൻ ചെയ്ത് വെള്ളം ഒഴുക്കി വിടുന്നത്. ആപ്പാഞ്ചിറ വെയിറ്റിംഗ് ഷെഡിൽ സമീപ പറമ്പിൽ നിന്ന് പച്ചിലകളും വള്ളിപ്പടർപ്പും പടർന്ന് ഇഴജന്തുക്കളുടെ താവളമായി മാറി എന്ന വാർത്ത ദൃശ്യന്യൂസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ വാർത്ത ആരോ പറഞ്ഞറിഞ്ഞ് എത്തിയ അപ്പു ഷെഡെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി തുടച്ച് വൃത്തിയാക്കിയത് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും മറ്റും പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു. അദ്ദേഹം നിസ്സീമമായിട്ട് യാതൊരുവിധ ലാഭേച്ഛയും കൂടാതെ ആരിൽ നിന്നും 10 പൈസ പ്രതീക്ഷിക്കാതെ അദ്ദേഹം കണ്ട ഒരു ശോചനീയാവസ്ഥ അദ്ദേഹത്തിൻ്റെ മനസ്സാറുകൂടി പുള്ളി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആയുധം എടുത്തുകൊണ്ട് വന്ന് ക്ലിയർ ചെയ്യുന്നൊരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ റോഡിൻ്റെ പാർശ്വവരങ്ങളിൽ സൈഡുകളിൽ ഓടയില്ലാത്തതിനാൽ ഈ വെള്ളക്കെട്ട് ഇങ്ങനെ രൂക്ഷമായി ഈ കനാൽ റോഡിലൂടെ വെള്ളം ഒഴുകി ഈ റോഡ് നിറഞ്ഞ് കനാൽ റോഡ് നിറഞ്ഞ് റോഡിലേക്ക് വെള്ളം വീഴുന്നതനുസരിച്ച് ഇവിടുത്തെ ഗതാഗതം തന്നെ റൂട്ട് തിരിച്ചു വിടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ 2 സൈഡിലും ഓട തീർത്തുകൊണ്ട് കനാലിൻ്റെ ആഴം കുറച്ചും കൂടി വിസ്തൃതിയാക്കിക്കൊണ്ട് ഇതിനൊരു അടിയന്തരമായൊരു നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ ഇദ്ദേഹം കാണിക്കുന്ന നിസ്സീമമായ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവുകളും നേരുകയും ഇദ്ദേഹത്തെ കൂടുതൽ പ്രശംസിക്കുകയും ചെയ്യുകയാണ്. ഈ നാടിന് നന്മ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുള്ളി ആപ്പാഞ്ചിറ വെയിറ്റിംഗ് ഷെഡും ബ്ലോക്ക് ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡും കടുത്തുരുത്തിയിലെ മെയിൻ ജംഗ്ഷനിലുള്ള വെയിറ്റിംഗ് ഷെഡും എല്ലാം പുള്ളി സ്വയമേ ആരോടും ഒന്നും പറയാതെ അദ്ദേഹം നിസ്സീമമായി ഈ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ മഴയാക്കിയാലും ഇതിലെ മനുഷ്യൻ നടന്നു പോകാൻ മേല, വാഹനങ്ങൾക്ക് പോകാൻ മേല, വെള്ളം കെട്ടി നിൽക്കുകയാണ്. അതാരും ഒരു പഞ്ചായത്തോ അവരാരും തിരിഞ്ഞു നോക്കാറില്ല. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഞങ്ങൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ശാസ്ത്രീയ പരിഹാരം കാണണം ഇവിടുത്തെ പഞ്ചായത്ത്. ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള ആ ചേട്ടൻ, നമ്മളൊക്കെ അച്ഛന്റെ പ്രായമുണ്ട്, പുള്ളി എല്ലാം ജീവൻ കളഞ്ഞാണ് ഈ ചേർ മുഴുവൻ കടലിലേക്കും ചപ്പും ചേറും കളയണത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ ചാല് തെളിഞ്ഞു വരുന്നുണ്ട്. ആ നല്ല മനസ്സിനെ എത്ര നമുക്ക് അഭിനന്ദിച്ചാലും പോരാ. ആപ്പാഞ്ചിറ കടുത്തുരുത്തി പ്രദേശങ്ങളിലെ വെയിറ്റിംഗ് ഷെഡ് ഉൾപ്പെടെയുള്ളവ കഴുകി വൃത്തിയാക്കി റോഡിന് ഇരുവശവുമുള്ള കാടും വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുന്നതൊക്കെ സ്ഥിരം കാഴ്ചയാണെങ്കിലും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇതുപോലെയുള്ള മനുഷ്യരെയും കാണാതെ പോകരുത്. ന്യൂസ് ബ്യൂറോ, വൈക്കം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.